ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് എമർജൻസി ലൈറ്റുകൾ കാണിച്ചു തരാമേ. അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എമർജൻസി ലൈറ്റുകളാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ നല്ല മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്, പലയിടത്തും പല സമയത്തും കറണ്ട് ഒന്നും കാണത്തില്ല അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടില് അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് എമർജൻസി ലൈറ്റുകൾ. ഈവൻ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് എമർജൻസി ലൈറ്റുകൾ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പില് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകൾ. നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഇപ്പൊ ഫസ്റ്റ് വണ് ഫിലിപ്സിന്റെ എമർജൻസി ലൈറ്റ്. അപ്പൊ ഫിലിപ്സ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് അവർ ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണിത്. ഇതിന്റെ MRP വരുന്നത് 4598 ആണ്. പിന്നെ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് പറയുന്നത് LED 10 വാട്ട് ആണ്, ബാറ്ററി 4000 മില്ലി ആംപിയർ, ലൂമൺ വരുന്നത് അപ് ടു 1000 ആണ്, കവറേജ് അപ് ടു 100 മീറ്റർ പറയുന്നുണ്ട്, ചാർജിങ് ടൈം 5 hours ആണ്, റണ്ണിങ് ടൈം 5 to 20 hours. ഇത്രയാണ് കമ്പനി പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ലൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. നല്ല ഒരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചാർജിങ് C ടൈപ്പ് ആണ്. C ടൈപ്പ് കേബിൾ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ സാധാരണ കാണാത്ത ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേയും ബ്ലാക്കിയുടെ കളറിലാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ചിൽ തന്നെ 3 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഫ്ലാഷ് ലൈറ്റ്, അതിന്റെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. പിന്നെ അടുത്ത സ്വിച്ചിലാണ് നമുക്ക് LED ലൈറ്റ് പ്രവർത്തിക്കുന്നത്, അതിനും ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. പിന്നെ വേറൊരു സ്വിച്ച് ഉണ്ട്, അതിലാണ് നമുക്ക് ഈ RGB ലൈറ്റ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇതിന് ചുറ്റിനുമുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. അങ്ങനെ 3 ഓപ്ഷൻ ആണ് ഈ LED ലൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു RGB ഒരു ഫംഗ്ഷൻ ഒന്നും സാധാരണ LED ഉള്ളതല്ല. അപ്പൊ ഇവിടത്തേൽ അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സ്പെസിഫിക്കേഷൻ ഉള്ളത്, ഇതിന്റെ സ്വിച്ചിന്റെ ഇവിടെ ഒരു റെഡ് ലൈറ്റ് വരും, ഒരു റെഡ് ഇൻഡിക്കേറ്റർ തെളിയും. അപ്പൊ നമ്മുടെ ബാറ്ററി ലോ ആണെന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണിത്. അപ്പൊ അങ്ങനെ റെഡ് ലൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തീരെ ചാർജ് പോകുന്നിടം വരെ നോക്കിയിരിക്കണ്ട, ആ റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാം. അതുപോലെ ഗ്രീൻ ലൈൻ ഇൻഡിക്കേഷൻ ഒരു 15% വരെ ആവുമ്പോഴത്തേക്കും ഗ്രീൻ ലൈൻ ഇൻഡിക്കേഷൻ കാണിക്കും. 15-നും താഴെ പോകുമ്പോഴാണ്, തീരെ ലോ പവർ മോഡിലേക്ക് പോകുമ്പോഴാണ് റെഡ് ലൈറ്റ് കാണിക്കുന്നത്, ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എമർജൻസി ലൈറ്റ് വാങ്ങിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇത്തരം ലൈറ്റുകളൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം നിങ്ങൾ മേടിക്കുമ്പോൾ അതിൽ കുറച്ച് ചാർജേ കാണുള്ളൂ. ഫസ്റ്റ് നമ്മൾ അവർ പറയുന്ന പോലെ 8-10 മണിക്കൂർ, അത് കമ്പനി പറയും ഫസ്റ്റ് ചാർജിങ് എത്ര മണിക്കൂർ വേണമെന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, എന്നാലാണ് ഈ പറയുന്ന പോലെ ബാറ്ററിക്കൊക്കെ ലൈഫ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ടോർച്ചുകളാണേലും എമർജൻസി ലൈറ്റുകളാണേലും, അതെനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്. ഇത്തരം ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുവാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ചാർജ് ചെയ്ത് വെച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് വീക്കായി പോകും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഇത്തരം സാധനങ്ങളുടെയൊക്കെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം പലരും പറയാറുണ്ട്, ഇങ്ങനത്തെ റീചാർജബിൾ ആയിട്ടുള്ള പല സംഗതികളും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പറയും ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല, പെട്ടെന്ന് ബാറ്ററി പോകുന്നു. അതിന്റെ ഒരു മെയിൻ കാരണം ഇതാണ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പം എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോർച്ച് ഒക്കെ ആണെങ്കിലും നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ഒരു മൂലക്ക് ഇട്ടേക്കും. പിന്നെ അടുത്ത മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും എമർജൻസി ലൈറ്റ് ഒക്കെ പൊടി തട്ടി എടുത്തോണ്ട് വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം അതിന്റെ ബാറ്ററി ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന്റെ ഇത് ചാർജ് ചെയ്ത് വെച്ചോണ്ടിരിക്കണം. അപ്പൊ ലൈഫ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇതിന് 1 year ആണ് കമ്പനി വാറണ്ടി തരുന്നത്. വാറണ്ടി മീൻസ് റീപ്ലേസ്മെന്റ് അല്ല, സർവീസ് വാറണ്ടിയാണ്. അത് പ്രത്യേകം പറയുന്നു, സർവീസ് വാറണ്ടിയാണ് കിട്ടുന്നത്. അല്ലാതെ ഇത് പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉടനെ ഇത് മാറി തരുവല്ല കമ്പനി ചെയ്യുന്നത്. ഇൻ കേസ് ഇനി അവർക്ക് അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അത് കമ്പനി തീരുമാനിക്കും മാറി തരണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരത് മാനേജ് ചെയ്യും. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വാറണ്ടി ഉണ്ടല്ലോ മാറി തന്നാൽ എന്താണെന്ന്. അപ്പൊ അതൊക്കെ കമ്പനിയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ കടക്കാരല്ല അത് മാറി തരുന്നത്. നമുക്ക് മാറി തരുവാണെങ്കിൽ കടക്കാർക്കും അത് മാറിക്കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇപ്പം നമ്മൾ മാറിക്കൊടുത്ത് നമുക്കിത് വീട്ടിൽ കൊണ്ടേ വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതാണ്. കാരണം ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പം ആദ്യം നല്ല നമ്മൾ കൂടിയ വെളിച്ചത്തിൽ ഇടുമല്ലോ. അപ്പൊ അത് നമുക്ക് അത്രയും വെളിച്ചം ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡിമ്മിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചം കൂടുതൽ നേരം കിട്ടും. എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്തപ്പോ എല്ലാം ഫുൾ വെളിച്ചത്തിൽ ഇടണം എന്നില്ല.
അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പം കുറെ നേരം കൂടെ ചാർജ് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ചാർജ് കുറവാകുമ്പം ഏതൊരു എമർജൻസി ലൈറ്റ് ആണെങ്കിലും അതിന്റെ ചാർജ് കുറയുമ്പോഴത്തേക്കും നമ്മൾ ബ്രൈറ്റിൽ നിന്നും ഡിം മോഡിലേക്കൊക്കെ മാറ്റി ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചു നേരവും കൂടെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഐബെല്ലിന്റെ എമർജൻസി ലൈറ്റ് ആണ്. അപ്പൊ ഐബെല്ലിന്റെ 2 മോഡലാണുള്ളത്. ഇത് വലിയ മോഡലും ഇത് ചെറിയ മോഡലും. അപ്പൊ ഇതാണ് വലിയ മോഡല്, റെഡ് ആൻഡ് വൈറ്റ് കളറിൽ വരുന്നത്. തന്നെയായിട്ടും തെളിക്കാം, ഫുള്ളായിട്ടും തെളിക്കാൻ പറ്റും. ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. പിന്നെ ഇതിന് നമുക്ക് USB പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം മഴക്കാലത്തൊക്കെ കറണ്ട് ഇല്ലാണ്ടിരിക്കുന്ന സമയമാണല്ലോ, ആ സമയമാണെങ്കിൽ നമുക്ക് ഈ USB പോർട്ടിൽ കുത്തി നമ്മുടെ മൊബൈലൊക്കെ പെട്ടെന്നൊന്ന് അത്യാവശ്യം ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ചാർജിങ് കോഡൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനും 1 ഇയർ ആണ് കമ്പനി വാറണ്ടി തരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ബാറ്ററി ഒക്കെ പോയി കഴിഞ്ഞാലും, ഇപ്പൊ കുറെ നാള് കഴിഞ്ഞിട്ട് ബാറ്ററി ഒക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ബാറ്ററി ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളൊക്കെ തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വലിയ എമർജൻസിയുടെ MRP വരുന്നത് 2950 ആണ്. അതുപോലെ തന്നെ ഐബെല്ലിന്റെ ചെറിയ മോഡൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഫ്ലാഷ് ലൈറ്റും എമർജൻസി LED ലാൻഡേണുമാണ് തന്നിരിക്കുന്നത്. ഫ്ലാഷ് ലൈറ്റിനുള്ള സ്വിച്ച് ഉണ്ട്, എമർജൻസിക്കുള്ള സ്വിച്ച് ഉണ്ട്. അപ്പൊ ഇതിനും നമുക്ക് AC കോഡ് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സാൻഫോർഡിന്റെ എമർജൻസി ലൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് ടൈം പറയുന്നത് 15 hours ആണ്. 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ നമുക്ക് ചാർജിങ് കേബിള് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഇങ്ങനെ ബ്രൗൺ നിറത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന് എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് എമർജൻസി ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡിമ്മും ബ്രൈറ്റും മോഡുകളാണ് അവൈലബിൾ. അപ്പം ജസ്റ്റ് ഒരു എമർജൻസി ലൈറ്റ്, എക്സ്ട്രാ ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു എമർജൻസി ലൈറ്റ് 1 ഇയർ വാറണ്ടിയോട് കൂടി കിട്ടും. ഈ ഒരു പ്രോഡക്റ്റിന്റെ വില വരുന്നത് 1800 ആണ് MRP. നമുക്ക് ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടാണ് എല്ലാ പ്രോഡക്റ്റും വിൽക്കുന്നത്. പിന്നെ ഇത് ഇംപെക്സിന്റെ എമർജൻസി ലൈറ്റ് ആണ്. ഇത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഐബെല്ലിന്റെ ഇതും ഇംപെക്സിന്റെ ഈ ഒരു എമർജൻസി ഏകദേശം ഒരുപോലെയാണ് വലുപ്പമൊക്കെ. പക്ഷെ ഇത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനും കൂടുതൽ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നുമില്ല, എമർജൻസി ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് വേണ്ടവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഇതിന് 1 ഇയർ വാറണ്ടിയാണ്. Type C ചാർജിങ് ആണ്. ചാർജിങ് കേബിള് അവൈലബിൾ ആണ്. മൊബൈൽ ചാർജർ വെച്ച് യൂസ് ചെയ്യുക. എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്കുള്ളത് സാൻഫോർഡിന്റെ തന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡ് ഈ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡിൽ വെക്കാം. പിന്നെ ഇതിന്റെ ബാക്കിൽ വേണ്ട ഒരു കൊളുത്തുണ്ട്, നമുക്ക് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും. പിന്നെ ബാക്കിൽ 2 ഹോൾ ഉണ്ട്, നമുക്ക് ആണി അടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ 3 ഓപ്ഷനിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇപ്പം എല്ലാം ചാർജ് കുറവാണ്, അതുകൊണ്ടാണ് ലൈറ്റ് പ്രകാശം കുറഞ്ഞു തോന്നുന്നേ. അപ്പൊ ഇതിന് 1 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. ഇതിന്റെ ചാർജിങ് കേബിള് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഇതിന്റെ 3 കളറാണ് ഇപ്പൊ അവൈലബിള്, ബ്ലൂ, യെല്ലോ, റെഡ്. പിന്നെ സാൻഫോർഡിന്റെ തന്നെ ചെറിയൊരു എമർജൻസി ഉണ്ട്, ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇതിന് 2 ഓപ്ഷനേ ഉള്ളൂ, ഡിമ്മും ബ്രൈറ്റും. വേറെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നുമില്ല. വളരെ ചെറിയൊരു പ്രോഡക്റ്റ്. ഇതിന്റെ വില വരുന്നത് 560 രൂപയാണ് MRP കിടക്കുന്നത്. അതുപോലെ ഇതിന്റെ വില 1700 ആണ് MRP കിടക്കുന്നത്. പിന്നെ നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാൻഫോർഡിന്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാം, ഭിത്തിയിലിടാം. ഭിത്തിയിൽ വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് കുറച്ച് ഉയർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്വിച്ച് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഒരു ത്രെഡ് ഉണ്ട്, നമുക്ക് ഭിത്തിയിൽ വലിച്ച് ഇത് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈഡിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ബാക്കില് ഹോളുണ്ട്, 2 ഹോള് ആണി അടിച്ച് നമുക്ക് ഭിത്തിയിൽ വെക്കാം. അല്ലെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് പേടിക്കാതെ വാങ്ങാൻ പറ്റിയ പ്രോഡക്റ്റുകളാണ്. കാരണം നമ്മൾ അത് പറയുന്ന രീതിയിൽ തന്നെ ചാർജ് ചെയ്യുക, അതുപോലെ തന്നെ ചാർജ് ഇത്തിരി കുറയുമ്പോഴേ വീണ്ടും ചാർജ് ചെയ്യുക.
അങ്ങനെയൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ. വളരെ നാള് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ 2 എമർജൻസി ലൈറ്റുകളും അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വാറണ്ടി ഇല്ലാന്ന് വെച്ച് പേടിക്കേണ്ട ഒരു കാര്യവും. കാരണം ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രോഡക്റ്റും. ചാർജ് ചെയ്യേണ്ടപ്പോ ചാർജ് ചെയ്യുക, തീരെ ലോ ചാർജ്, ബാറ്ററിയുടെ ചാർജ് ഫുള്ള് പോകുന്നതിന് മുമ്പ് ചാർജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ കാലം കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പ് വരുന്നത് പാലായില് കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല. ഇൻ കേസ് നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, ഡീറ്റെയിൽസ് തരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക, നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ 2-3 പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിലവിലില്ലെന്നാ പറയുന്നതെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ തെറ്റാണെന്നുള്ളത്. കാരണം ബാക്കി എത്രയോ പേര് വിളിച്ച് കിട്ടുന്നുണ്ട്, പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. തന്നെയുമല്ല 30 വർഷത്തിന് മേളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അന്ന് തൊട്ടേ ഉള്ള നമ്പർ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ തരുന്നതും. അപ്പോ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവര് ദയവായി നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക, ശരിയാണോ എന്ന് പരിശോധിക്കുക കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.